ഉല്ലാസ് ബാബുവിലേക്ക് പോകുന്നു. ഉല്ലാസ് ബാബു, ഇതുവരെയുള്ള നീക്കങ്ങൾ നയതന്ത്രപരമായും പാകിസ്ഥാനുമേൽ മാനസികമായും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: 26 ഇന്ത്യൻ ജീവനെടുത്ത ഭീകരരെ നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടില്ല. അത് ഒരാശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതല്ല, NIA ഇപ്പോൾ അല്പസമയം ഇറക്കിയ പത്രക്കുറിപ്പിലും സൂക്ഷ്മമായ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. പഹൽഗാമിലുള്ള ദൃക്സാക്ഷികളുടെ മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തി പഹൽഗാമിലെ കൂട്ടക്കുരുതി അതേപടി ആവർത്തിച്ചുകൊണ്ട് കൂടുതൽ തിരച്ചിൽ നടത്തുകയാണ്. ആ മേഖലയിൽ ആകെ കോമ്പിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ അതിർത്തിയിൽ നിന്ന് 100-200 കിലോമീറ്റർ ഉള്ളിലാണ് ഈ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നതും. ഈ സാഹചര്യത്തിൽ ഇതൊരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ശശി തരൂരടക്കം ആ വിഷയത്തിൽ കരുതലോടുകൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് മാനസികമായും നയതന്ത്രപരമായും പാകിസ്ഥാന് മേലൊരു അഡ്വാൻറ്റേജ് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഉല്ലാസ്? തീർച്ചയായിട്ടും ശ്രീ അരുൺകുമാർ, നമ്മുടെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന അതിഥികളുടെ മാത്രമല്ല, ഭാരതത്തിലെ ഓരോരുത്തർക്കും മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുകയും സങ്കടമുണ്ടാക്കുകയും നമുക്കൊരിക്കലും എന്താ പറയുക ഓർക്കാൻ പോലും വിഷമമുണ്ടാവുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിനകത്ത് ഇൻ്റലിജൻസ് വീഴ്ച, അതിനകത്ത് സെക്യൂരിറ്റി വീഴ്ച, ഇതൊക്കെ ഞാനോ അരുൺകുമാറോ ഈ ഇരിക്കുന്ന പാനലിലുള്ള ആരും അതിനകത്ത് മറുപടി പറയാൻ കോമ്പറ്റൻ്റ് അല്ല എന്നാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളും അല്ലെങ്കിൽ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് നോക്കേണ്ടതും അത് കൃത്യമായി ചെയ്യേണ്ടതും ഒക്കെ ചെയ്യേണ്ട വിഭാഗമാണ്. അതൊന്നും അത്ര പരസ്യമായിട്ടുള്ള കാര്യങ്ങളുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അന്വേഷിക്കേണ്ട വിഭാഗം അന്വേഷിക്കട്ടെ. അതിലെന്താണ് അവർ തീരുമാനമെടുത്തതെന്ന് കൃത്യമായിട്ട് അവർ നോക്കട്ടെ. നമുക്കിത് പുറമേ എന്നുള്ള അറിവുകളാണ്. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ലെഫ്റ്റനന്റ് ജനറലായിട്ടുള്ള ഫിലിപ്പ് കാമ്പോസ്, അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റപ്പ് മനോരമയിൽ വന്നിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു സുരക്ഷാ വീഴ്ചയല്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് സുരക്ഷ ഒരുക്കി നിൽക്കുന്ന ശൈലിയല്ല പിന്തുടരുക. അത് ജനങ്ങളിൽ തെറ്റായ ധാരണ ഉണ്ടാക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് വർഷങ്ങളായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായി തന്നെ ചില സാഹചര്യങ്ങളുടെ രീതികളെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെത്. ശോഭന കെ നായർ, അവരുടെ ഒരു റിപ്പോർട്ട് ഹിന്ദുവിലുണ്ടായിരുന്നു. അവരും ആർട്ടിക്കിൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അവർ തന്നെ പറയുന്നത് തുറന്നു കൊടുത്ത് 2 ദിവസം മുൻപാണ്. അത് ചില കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അവിടെ നമ്മൾക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സംസാരിക്കാവുന്നതോ അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകേണ്ടതായിട്ടുള്ള സമയമല്ല. നമ്മളൊരിക്കലും വീട് കത്തുമ്പോൾ അല്ലെങ്കിൽ പുര കത്തുമ്പോൾ വാഴ വിട്ടുക എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ചില ഇടതുപക്ഷ നേതാക്കളുടെയോ ഒന്നും നിലപാടുകളോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. അതായത് കുമാരൻ യോജിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇന്ന് കർണാടകയിലൊരു മന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? എത്രത്തോളം മോശകരമാണ് കർണാടകയിലൊരു മന്ത്രി പറഞ്ഞത്. ആ മനോനില തെറ്റിയത് കൊണ്ടാണ് ആ മരിച്ച അദ്ദേഹത്തിൻ്റെ ശിമോഗയിലുള്ള ഭാര്യയ്ക്ക് അങ്ങനെ തോന്നിയത്. ഇത് ജാതി ചോദിച്ചു അല്ലെങ്കിൽ അത് മറ്റേ കലിമയെല്ലാം പറഞ്ഞു എന്നൊക്കെ മനോനില തെറ്റിയതുകൊണ്ടാണ് തോന്നിയത് എന്നൊക്കെ പറയപ്പെടുന്നൊരു ശൈലിയിലേക്ക് പോകുന്നു. റോബർട്ട് വദ്ര പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്ത് മോശത്തരമാണ് ഒരു നാടിനെ അനുഭവിച്ച ഈ വിഷമത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ശൈലി നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള എടുക്കേണ്ട ഒരു ശൈലിയല്ല ഇപ്പോൾ എന്നുള്ളത്. അല്ലെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മരുമക്കളുടെ രാഷ്ട്രീയം കൊണ്ട് വലിയ ശല്യമാണ്. അത് ഈ ഭാരതത്തിലെ മൊത്തമായിട്ടാണെങ്കിലും കേരളത്തിലൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ ഒരാൾ, അത് അരുൺകുമാർജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഒരു സർക്കാർ ഒരു വിഷയത്തെ മുന്നിൽ കാണുമ്പോൾ ഭാരതത്തെ ഒന്നായി പിടിച്ചുകൊണ്ട് നമ്മൾ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ നമ്മൾ സംസാരിച്ചു ഒരുമിച്ച് നിന്ന് നമ്മുടെ നാട്ടിലെ സഹോദരന്മാരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ ഈ തീവ്രവാദികൾക്ക് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ സൈനികരെ കുറച്ചു അല്ലെങ്കിൽ സൈനികരുടെ എണ്ണം കുറച്ചു. സ്വാഭാവികമായിട്ട് സൈനികരുടെ എണ്ണം കുറച്ചു ഒരു ആക്ഷേപം 2 ദിവസം മുൻപുണ്ടായി. അത് എണ്ണം കുറയ്ക്കുന്നതിനുമായി പൊതുവെ സൈന്യത്തിൻ്റെ എണ്ണം ലോകരാജ്യങ്ങളിൽ തന്നെ കുറച്ച് വരുന്നത് അതിൻ്റെ ടെക്നോളജി അപ്പുറത്ത് കൂടുന്നുള്ളത് കൊണ്ടാണ്, അല്ലാണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി വിഷയമായി കുറയ്ക്കുന്നതല്ല. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പ്രതലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് അതൊരു ഭരണകൂടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഇൻഡയറക്റ്റ്ലി കൊണ്ടുപോയി പിൻ ചെയ്യുന്നൊരു സ്വഭാവ ശൈലി പല രാഷ്ട്രീയ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്ന് ഞാൻ പറയുന്നില്ല, പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്കൊരു കാര്യം അരുൺകുമാർ, നമ്മൾ ഒറ്റക്കൈയായി അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്ന് നേരിടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ സഹോദരന്മാരോട് ഈ പാകിസ്ഥാനിലെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെ, കൃത്യമാണല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ 30 വർഷമായിട്ട് ഇവരെ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്ന് അവർ തന്നെയാണല്ലോ റിപ്പോർട്ട് പറഞ്ഞത്. നമ്മൾ ആരോപിച്ച കാര്യം ഇവർ കൃത്യമായിട്ട് അത് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഓരോ നേതാക്കന്മാരുടെയും വരികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യയെ നശിപ്പിക്കണമെന്നുള്ള അജണ്ടയും തീവ്രവാദ സംവിധാനങ്ങളെ അവർ എത്രത്തോളം പുൽകുന്നു
എന്നുള്ളതും നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ രാഷ്ട്രീയത്തിൻ്റെ ആശയം നോക്കാതെ, രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ, കൊടി നോക്കാതെ കൃത്യമായി ഒരുമിച്ച് നിന്ന് പോരാടാനുള്ളൊരു ശൈലിയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു സർക്കാർ ഭാരതത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സർക്കാർ അത് കൈകാര്യം ചെയ്തോളും. സർക്കാരിൻ്റെ വിവിധ സെക്ടറുകൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ തീരുമാനം. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തി, അതിൻ്റെ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു. ഓൾ പാർട്ടി മീറ്റിംഗ് റിപ്പോർട്ടുകളൊന്നും ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അതിനകത്ത് ഓരോ കാര്യങ്ങളങ്ങ് വിളിച്ചു പറയുകയാണ്, എന്നിട്ട് അത് പ്രതലത്തിൽ ചർച്ചയാക്കുകയാണ്. ഈ ചർച്ചയാക്കുന്നത് ഒരു വിഘടന സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീപ്പിംഗ് സെല്ലുകൾ നമ്മുടെ നാട്ടിലടക്കമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ നമ്മൾ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. ഭാവിയിൽ എന്ന് തോന്നുന്നു. ഇതിൽ കൃത്യമായിട്ടും ഭീകരവാദികളെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് 4ഓളം വീടുകൾ ഇന്ന് മാത്രം തകർത്തിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ ഭീകരരെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരുടെ വീടുകൾ പോലും തകർത്തുകൊണ്ടാണ് ഇന്ത്യൻ സേനയുടെ അവിടെ തിരിച്ചടി ഉണ്ടാവുന്നത്. പക്ഷേ എൻ്റെ ചോദ്യം, ഇപ്പോഴും പഹൽഗാമിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, പഹൽഗാമിൽ ടൂറിസം തുറന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ബൈസലൻ വാലിയിലേക്കൊക്കെ ഒരുപക്ഷെ നാളെ മുതൽ വീണ്ടും വിനോദസഞ്ചാരികൾ എത്തും. അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. മാത്രമല്ല, പഹൽഗാമിലൊന്നും ഇന്നലെയൊന്നും ടൂറിസ്റ്റുകൾ എത്തിയിട്ടേ ഇല്ല. നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവരെ ആ പൈൻ ഫോറസ്റ്റുകൾക്കിടയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? ചുരുങ്ങിയ പക്ഷം ഇവരെയെങ്കിലും നമുക്ക് നേരിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കുണ്ടാകുമായിരുന്നു. ഇത് കാശ്മീർ കുറച്ചു കാലമായി അനുഭവിച്ചു വന്ന ഒരു സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളി എന്ന തരത്തിൽ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടില്ലേ ഉല്ലാസ് ബാബു? ഈ 3 പേരെ ഇനിയും പിടിക്കാൻ, അല്ലെങ്കിൽ 4 പേരെ ഇനിയും പിടിക്കാൻ കഴിയാത്തത്, 3 പാകിസ്ഥാൻ വംശജരും, ഒരാൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി പൗരനായി പിന്നീട് തിരിച്ച് ഇന്ത്യയിലെത്തി മിലിറ്റൻസിന് നേതൃത്വം നൽകിയ ആളുമാണ്. മൊത്തം 4 പേരാണ്. അപ്പോൾ ഇവരെ പിടികൂടാൻ സാധിക്കാത്തത് ടൂറിസ്റ്റുകളുടെ മേൽ ഒരു വല്ലാത്ത ഭീതി ഉണ്ടാക്കിയിട്ടില്ലേ? നോക്കൂ അരുൺകുമാർ, ഇവരെ പിടികൂടാൻ സാധിക്കാത്തത് നമ്മുടെ ദൗർബല്യമല്ല. സ്വാഭാവികമായിട്ട് ഇവരെ പിടികൂടാൻ ശ്രമിക്കുകയും ഇവരെ 100% അവരെ നരേന്ദ്രമോദിജി തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവർ അടിവേരിലേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിടികൂടിയിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് അവർ എവിടെ ഇരിക്കുന്നു, അല്ല അവർ ഏത് വഴിയൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നു, അവർ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു, ആ സംരക്ഷണം കൊടുക്കുന്ന റൂട്ടുകളെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് നോക്കിയിട്ടും പഠിച്ചിട്ടും കണ്ടെത്തിയിട്ടും അവിടെ എത്തപ്പെട്ടിട്ടുമാണല്ലോ അവരെ പിടിക്കാൻ. അത് സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ പരിപൂർണമായി സജ്ജമായിട്ടുള്ള സേന തന്നെ അത് കൃത്യമായി ചെയ്തോളും. പിന്നെ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷവും അതിൻ്റെ തൊട്ട് മുൻപത്തെ വർഷവും ഈ വർഷവും ഒക്കെ കാശ്മീരിലേക്ക് യാത്ര പോവുക എന്ന് പറയപ്പെടുന്നത് വളരെ സന്തോഷകരമായിട്ട് നമ്മളെല്ലാവരും യാത്ര പോയിരുന്നു. എത്ര ടൂറിസ്റ്റുകളാണ് അവിടെ പോയത്? അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ, സാമ്പത്തിക മേഖല, അവിടുത്തെ ബിസിനസ് മേഖല, അവിടുത്തെ ആ നാടിൻ്റെ മൊത്തം അവസ്ഥകൾ തന്നെ എല്ലാം കൊണ്ടും വളരെ മാറ്റം വന്ന് അവരെല്ലാവരും സന്തോഷമായി കൊണ്ട്, അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ചിന്തിച്ചതിൻ്റെ അപ്പുറത്ത് ജനങ്ങൾ ഈ പാകിസ്ഥാൻ ടെററിസത്തിനോട്, ഈ ഭീകരവാദത്തിനോട്, ഈ മതം ചോദിച്ചിട്ടുള്ള ഭീകരവാദത്തിനോട് പോലും പരിപൂർണമായിട്ട് എതിർപ്പ് ആ നാട് ഉളവാക്കിയത്. അവിടുത്തെ മുഖ്യമന്ത്രി ആയാലും അവിടുത്തെ പ്രതിപക്ഷ സംവിധാനങ്ങളായാലും എല്ലാവരും പരിപൂർണമായിട്ട് തന്നെ ഇത്രയും കാലമായിട്ട് കേന്ദ്ര സർക്കാർ എടുത്ത നടപടികൾ തെറ്റാണെന്ന് ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. നോക്കൂ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പഠാൻകോട്ട് വിഷയം കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ആളുടെ പേരെയാണ് ജനറൽ ഫിലിപ്പ് കാമ്പോസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും 99% കാര്യങ്ങളും നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. മധുക്കർ കമ്മിറ്റി എന്ന് പറയപ്പെടുന്ന ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ്, കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസ് പരിപൂർണമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് പരിപൂർണമായിട്ട് ടൂറിസം മേഖലയിൽ 100% ജനങ്ങൾ വന്നുകൊണ്ട് സമാധാനത്തോടെ തിരിച്ചുപോയിക്കൊണ്ട് ആ നാടിനെ കൈപ്പിടിച്ചുയർത്തുന്ന പ്രവൃത്തി തന്നെയാണ് ബഹുമാനനായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അശാന്തി പരത്തണമെന്നും അവിടെ സമാധാനാന്തരീക്ഷം നിലനിൽക്കരുതെന്നും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും പാകിസ്ഥാനിലെ തീവ്രവാദി സംഘം, അവരെ പാലൂട്ടി വളർത്തുന്ന ഭരണകൂടം, അവർക്കെല്ലാ സംരക്ഷണം കൊടുക്കുന്ന സൈനിക മേധാവി എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ട മനുഷ്യനടക്കമുള്ള ആളുകൾ ഈ ഭാരതത്തിനെ തകർക്കാനും ഭാരതത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാനും ഇവിടുത്തെ മതത്തെ തകർത്തുകൊണ്ട് ഇവിടുത്തെ മതേതരത്വത്തെ തകർക്കാനും വേണ്ടി നടത്തിയ പ്രവർത്തനം, ആ പ്രവർത്തനം കൃത്യമായി പറഞ്ഞില്ലേ, എൻ്റെ ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിൽ പാകിസ്ഥാൻ നടപടിയെടുത്താൽ ഏതറ്റം വരെ പോയിട്ടും ഞങ്ങൾ അവരോട് കൃത്യമായിട്ട് തന്നെ മറുപടി കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനോ അരുൺകുമാറുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. Debate with Dr. Arun Kumar.